ഈ രണ്ടാം നിരയ്ക്ക് മാത്രം 45 വർഷം ബാക്കി ആയുസുണ്ടെന്ന് കണക്കാക്കാൻ പറ്റില്ലല്ലോ. എന്താ, ഒന്നാം നിര പൊളിഞ്ഞു പോയിട്ട് രണ്ടാം നിര മാത്രം എയറിൽ നിൽക്കും. മാത്രമല്ല, ആ മൂല്യം അഥവാ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും എല്ലാം കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഉടമസ്ഥൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എഞ്ചിനീയർക്ക് നൽകുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും കാശ് പോകുന്നത് നമ്മൾ അറിയേയില്ല. അപ്പോൾ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് വസ്തു വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കോ എല്ലാം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങളുണ്ടെങ്കിൽ, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശൃംഖലയുമാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും സർവീസ് കിട്ടും. ഹായ്. അപ്പോൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ചിലവുകൾ, അതായിരുന്നു നമ്മളുടെ വിഷയം. അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നീ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഒരു കെട്ടിടം നമ്മൾ വിൽക്കുന്ന വസ്തുവിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം കൂടി കണക്കിലെടുത്തായിരിക്കും വിൽക്കുന്ന മൊത്തം സ്ഥലത്തിന്റെ വില കണക്കാക്കുന്നത്. മാത്രമല്ല, ആ മൂല്യം അഥവാ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഉടമസ്ഥൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ കണക്കാക്കുന്ന മൂല്യത്തിന് ഒരു ആധികാരികത വേണം എന്നുള്ളതാണ്. അതിന് ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ തരപ്പെടുത്തണം. അപ്പോൾ വസ്തു തീറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് തയ്യാറാക്കാൻ യോഗ്യതയുള്ളത് ആർക്കൊക്കെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനായിട്ട് നമുക്ക് PWD അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നീ സ്ഥാപനങ്ങളിലുള്ള കൺസേൺഡ് എഞ്ചിനീയർമാരെയോ അതുമല്ലെങ്കിൽ ബിൽഡിംഗ് വാല്യുവേഷൻ നടത്താൻ ലൈസൻസ് ഉള്ള മറ്റ് ചാർട്ടേഡ് എഞ്ചിനീയർമാരെയോ ഏൽപ്പിക്കാം. അപ്പോ എഞ്ചിനീയർമാരെ ഏൽപ്പിക്കുന്ന ഒരു പണിയായതുകൊണ്ട് തന്നെ നമ്മൾ, അതായത് സാധാരണക്കാര്, അതിനെക്കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. അതിനു മുൻപ് മൊത്തം വസ്തുവിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഉദാഹരണത്തിന്, ഭൂമിയുടെ വില സെന്റിന് 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. 10 സെന്റ് ഭൂമിയും ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഭൂമിയിലുള്ള കെട്ടിടം, അത് വീടോ ഗോഡൌണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നും അതിന് എഞ്ചിനീയർ കണ്ടെത്തിയിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് കെട്ടിടത്തിന് മാത്രം 20 ലക്ഷം രൂപയും മറ്റ് അമിനിറ്റീസ് ഇനത്തിൽ, അതായത് വാട്ടർ സപ്ലൈ അറേഞ്ച്മെന്റ്സും സെപ്റ്റിക് ടാങ്കും ചുറ്റുമതിലും അങ്ങനെ പലതും ഈ അമിനിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താട്ടോ. അപ്പോ അങ്ങനെയുള്ള ഇനത്തിൽ 3 ലക്ഷം രൂപയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം ഭൂമി വില 50 ലക്ഷം, പിന്നെ ഞാൻ പറഞ്ഞ 2 ഇനങ്ങളിലായിട്ട് 20ഉം 3ഉം ലക്ഷം രൂപ. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് 73 ലക്ഷം രൂപയായി. അങ്ങനെ നമ്മൾ 73 ലക്ഷത്തിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടക്കേണ്ടി വരും എന്ന് സാരം. ഇനി ഭൂമി വില 5 ലക്ഷം ആണെങ്കിലും അഡോപ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു 80ഓ 85% കണക്കാക്കാം. അപ്പോൾ സെന്റിന് 5 ലക്ഷം എന്നുള്ളത് കുറച്ച് കുറവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി ബിൽഡിങ്ങിന്റെ കാര്യം എടുത്താൽ CPWD റേറ്റ് എന്ന് പറഞ്ഞുള്ള റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാദേശികമായിട്ട്, അതായത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കൊല്ലം, കോഴിക്കോട്, എറണാകുളം അങ്ങനെ പ്രാദേശിക തലത്തിൽ ഒരു പ്രൈസ് ഇൻഡെക്സും കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് കെട്ടിടത്തിന്റെ മൂല്യം എഞ്ചിനീയർമാര് കണക്കാക്കും. അത് കെട്ടിടത്തിന്റെ പഴക്കം, തറ ടൈലാണോ, റെഡ് ഓക്സൈഡ് ആണോ, അല്ലെങ്കിൽ സിമെന്റ് ആണോ, അല്ലെങ്കിൽ ചാണകം മെഴുകിയതാണോ, മേൽക്കൂര ഓടാണോ, കോൺക്രീറ്റ് ആണോ, അല്ലെങ്കിൽ ഓല മേഞ്ഞതാണോ, അങ്ങനെ പല ഘടകങ്ങൾ കണക്കാക്കി എഞ്ചിനീയർമാർ അതിന്റെ മൂല്യം കണക്കാക്കും. കാലപ്പഴക്കം അനുസരിച്ച് ഡിപ്രീസിയേഷൻ അഥവാ മൂല്യത്തകർച്ച, ഇനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തേയ്മാനം, ഇതൊക്കെ കണക്കാക്കി അത് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ കെട്ടിടത്തിന്റെ അടിത്തറ ഏത് രീതിയിൽ പണിതതാണ് എന്നുള്ളത് കൂടി കണക്കാക്കി അതിന്റെ ആയുസ്സും കണക്കാക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എഞ്ചിനീയർക്ക് നൽകുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും കാശ് പോകുന്നത് നമ്മൾ അറിയേയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2 നിലയുള്ള വീട്, ഒന്നാം നിലയ്ക്ക് 15 വർഷം കാലപ്പഴക്കമുണ്ട്, രണ്ടാം നിലയ്ക്ക് വെറും 5 വർഷം പഴക്കമുള്ളൂ. അതായത് ഒന്നാം നില പണിതിട്ട് കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടാണ് രണ്ടാം നില പണിതത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എഞ്ചിനീയറെ ധരിപ്പിക്കണം. കാരണം കെട്ടിടത്തിന്റെ ആയുസ് കണക്കാക്കുമ്പോൾ രണ്ടാം നിലയ്ക്കും ഒന്നാം നിലയ്ക്കുള്ള ആയുസ് കണക്കാക്കിയാൽ മതി. അതായത് കെട്ടിടത്തിന്റെ ആയുസ് 50 കൊല്ലം, അപ്പോൾ ബാക്കിയുള്ള ആയുസ് ഒന്നാം നിലയ്ക്കും രണ്ടാം നിലയ്ക്കും എത്രയായിരിക്കും? 15 കഴിച്ചിട്ട് 35 ആയിരിക്കണമല്ലോ. അല്ലാതെ രണ്ടാം നിലയ്ക്ക് 5 വർഷം പഴക്കമുള്ളൂ എന്ന് വിചാരിച്ച് രണ്ടാം നിലയ്ക്ക് മാത്രം 45 വർഷം ബാക്കി ആയുസുണ്ടെന്ന് കണക്കാക്കാൻ പറ്റില്ലല്ലോ. എന്താ, ഒന്നാം നില പൊളിഞ്ഞു പോയിട്ട് രണ്ടാം നില മാത്രം എയറിൽ നിൽക്കോ? പിന്നെ പ്രധാനപ്പെട്ടത് എന്തൊക്കെ ഈ മൂല്യം കണക്കാക്കുമ്പോൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താതിരിക്കാം എന്നുള്ളതാണ്. അതിൽ ഉൾപ്പെടുത്തേണ്ടത് ആദ്യം പറയാം. അതായത് പ്ലിന്ത് ഏരിയ കണക്കാക്കുമ്പോൾ ഒന്നാമത്തേത്
വാൾ ടു വാൾ അളവാണ് എടുക്കേണ്ടത്. രണ്ടാമതായിട്ട് സാനിറ്ററി ഷാഫ്റ്റ്, ലിഫ്റ്റ് വെൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തണം. സ്റ്റെയർ കേസ് ഉൾപ്പെടുത്തണം. ഓപ്പൺ വരാന്ത ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം. പക്ഷേ മേൽക്കൂരയുള്ള വരാന്തയാണെങ്കിൽ മുഴുവൻ ഏരിയയും, മേൽക്കൂര ഇല്ലാത്ത വരാന്തയാണെങ്കിൽ പകുതി ഏരിയയും ഉൾപ്പെടുത്തിയാൽ മതിയാകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആൽക്കോ, സ്റ്റിൽസ് എന്നിവ, അതായത് ഉയരം കുറഞ്ഞ ഫ്ലോറുകൾ, ചിലപ്പോൾ നമ്മൾ പാർക്കിങ്ങിനായിട്ട് അല്ലെങ്കിൽ വീടിന് പുറകിലുള്ള വർക്ക് ഏരിയ ഇതൊക്കെ പൊക്കം കുറച്ച് പണിതിട്ടുണ്ടാവും. എന്നാലും വാല്യുവേഷൻ സമയത്ത് ആ അളവുകളും ഉൾപ്പെടുത്തണം. അടുത്തത് വീട് പണിയുമ്പോൾ രണ്ടാം നില ഇല്ലെങ്കിലും അകത്തെ കൂടി നമ്മൾ ചിലപ്പോൾ സ്റ്റെയർ കേസ് പണിയും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒരു ഗോവണി റൂം പണിയേണ്ടതായിട്ട് വരും. അതിനെ മംതി എന്നാണ് പറയുന്നത്. അതും നമ്മൾ അളവിൽ ഉൾപ്പെടുത്തണം. ഇനി അളവിൽ നിന്ന് ഒഴിവാക്കാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്ന് കൂടി പറയാം. ഒന്നാമത്തേത്, നമ്മൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ചില സ്ലാബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പണിയും. അതായത് പെർമനന്റ് ആയിട്ട് ആക്സസ് ഇല്ലാത്ത ഭാഗങ്ങൾ, അവ ലോഫ്റ്റ് ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. അവ അളവിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ മെസനൈൻ ഫ്ലോർ ഉൾപ്പെടുത്തണം കേട്ടോ. അതുപോലെ ഭിത്തിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോർണിഷുകൾ, വെർട്ടിക്കൽ സൺ ബ്രേക്കറുകൾ ഇതൊന്നും അളവിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ ടെറസും കെട്ടിടത്തിന് മുകളിൽ കാണുന്ന ഡോമുകൾ, അതായത് കെട്ടിടത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി പണിയുന്ന ചില രൂപങ്ങൾ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മുസ്ലിം പള്ളി അല്ലെങ്കിൽ മോസ്കുകൾക്ക് മുകളിൽ കാണുന്ന ആ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള നിർമ്മാണം, ഇങ്ങനെയുള്ളതൊന്നും അളവിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്നും അത് ആരാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതും അതിലെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതും അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും ഒക്കെ ഒരു ഏകദേശ ധാരണ കിട്ടി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വസ്തു വിൽപ്പന സമയത്തെ ടാക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വിഷയത്തെക്കുറിച്ച് പരമാവധി വിശദാംശങ്ങൾ തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ ബൈ.